12 ശിഷ്യന്മാർ മരിച്ചതിനെ കുറിച്ചിട്ട് ചരിത്രത്തിൽ രേഖയുണ്ട്. ആരും സ്വാഭാവിക മരണം മരിക്കപ്പെട്ടവർ ആരുമില്ല. വളരെ ഒരുവൻ മാത്രം, അല്ലെങ്കിൽ യോഹന്നാനെ കുറിച്ചിട്ട് അങ്ങനെ ചിന്തിക്കുന്നു, തനിക്കൊരു സ്വാഭാവിക മരണമായിരുന്നു ഉണ്ടായിരുന്നെന്ന് ചിന്തിക്കുന്നു. എന്നാൽ മറ്റുള്ളവരെല്ലാം വളരെ പ്രയാസത്തോടെ വാളിനാൽ അറക്കപ്പെട്ടു, ശിരസ് ഛേദിച്ചു, തലകീഴായി ക്രൂശിക്കപ്പെട്ടു, എണ്ണയിൽ തിളച്ച എണ്ണയിൽ വേവിച്ചു കളഞ്ഞു, ജീവനോടെ കത്തിച്ചു കളഞ്ഞു. അങ്ങനെ വിചിത്രമായ അതിക്രൂരമായ പീഡനങ്ങളിലൂടെ മരിച്ചു. അവർ എന്തിനു വേണ്ടി മരിച്ചു? കാൽവറിയിലെ ക്രൂശുമരം യേശു ക്രിസ്തുവിനെ കൊല ചെയ്തു, അവനെ ക്രൂശിച്ചു, അവനെ അടക്കം ചെയ്തു. അതോടുകൂടെ കഥ അവസാനിച്ചു. എന്നാൽ പിന്നെ എന്തിനെ ഈ 12 പേരെ അല്ല കേട്ടോ, തുടർന്നുള്ള ചരിത്രം പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസിയുടെ രക്തം അത് സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി എന്ന് ആപ്തവാക്യമാകും വണ്ണം ഓരോ ദിവസം കൊല ചെയ്യപ്പെട്ടും, ഓരോ ദിവസം ഉപദ്രവിക്കപ്പെട്ടും, ഓരോ ദിവസം പിച്ചു ചീന്തപ്പെട്ടും, ഓരോ ദിവസം പീഡനത്തിനും ഇരയാകുന്നത് ഒരേ ഒരു വർത്തമാനത്തിന്റെ പേരിലാണ്. കാരണം വിശ്വസിക്കുന്ന യേശു ക്രിസ്തു അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന സദ്വർത്തമാനം മനുഷ്യന്റെ ജീവിതം എല്ലാം ഇരുളടഞ്ഞതായിരിക്കുമ്പോൾ, പ്രത്യാശയില്ലാത്തതായിരിക്കുമ്പോൾ, മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചു എന്ന് ചില മനുഷ്യർ ചിന്തിക്കുമ്പോൾ, ഇവിടെ ഒരുവനെ അവൻ മരിച്ചു, അടക്കപ്പെട്ടു, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അതിന് ഞങ്ങൾ സാക്ഷികൾ എന്ന് പറയുമ്പോൾ അതികഠോരമായ ക്രൂര പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു.